നമസ്കാരം. രംഗാവനെ സംബന്ധിച്ച് ഇന്ന് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. ആ, 2-3 മാസമായിട്ട് നമ്മൾ ഈ പൂരത്തിന്റെ ഒരുക്കങ്ങൾ കൂടാതെ നന്ദകുന്ന ഭജനത്തിന്റെ ഒരു നല്ലൊരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉവ്വ്. ഏകദേശം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരുക്കങ്ങൾ. ഏകദേശം എത്ര ചെയറാ ഉള്ളേ? നമ്മള് സ്റ്റേജിന് ഫ്രണ്ടിൽ നമ്മള് ഒരു മിനിമം 1000 പേർക്ക് ഇരിക്കാവുന്ന കാർപ്പറ്റ് നിലത്തിരുന്ന് കുറച്ച് പേർക്ക് കാണണം, അതുകൊണ്ട് കാർപ്പറ്റ് വിരിക്കുന്നു. അതിനുശേഷം 4000 കസേരയാണ്. ഓക്കെ. ഈ 4000 കസേര ഇട്ടതിന് ശേഷം വീണ്ടും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസേര വീണ്ടും ഇടുന്നതാണ്. പിന്നെ ഈ കുറച്ച് ആൾക്കാർക്ക് അമ്പലത്തിനകത്ത് നിന്ന് കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ LED സ്ക്രീൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉവ്വ്. കൂടാതെ സ്റ്റേജിന്റെ കുറച്ച് പുറകിലായിട്ട് വിസിബിലിറ്റി കിട്ടാത്ത ഏരിയയിൽ വീണ്ടും ഒരു സ്ക്രീൻ വെക്കുന്നുണ്ട്. അങ്ങനെ 2 സ്ക്രീൻ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. മാക്സിമം പൂരപ്പറമ്പിൽ നിൽക്കുന്നവർക്ക് എല്ലായിടത്തും എവിടെ നിന്നാലും കാണാൻ പാകത്തിനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രവേശനം നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണി തൊട്ടാക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നു, കസേര ക്ലീൻ ചെയ്യാണ്ട്. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ടുകാര് അവരുടെ കുറച്ച് വർക്കുകളുണ്ട്. ഇപ്പൊ കയറിയിരുന്ന അവർക്ക് തടസ്സം വരും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 1 മണിയോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് കയറി ഇരിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്. രാവിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എവിടെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വാഹനങ്ങൾ നമ്മളിപ്പോ രാവിലെ ഉച്ചപൂജ കഴിഞ്ഞ ഏകദേശം 11:30 പൂരപ്പറമ്പിലെ എല്ലാ വണ്ടികളും തന്നെ പുറത്തിറക്കും. അതിനുശേഷം ഗേറ്റ് അടച്ച് കാണും. മാൻ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൻ ഒരു ബൈക്ക് പോലും നമ്മൾ അകത്തേക്ക് കയറ്റുന്നില്ല. നമ്മളിത് 2 വീലർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ LP സ്കൂൾ റോഡുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേജിന് പുറയിലെ റബ്ബർ തോട്ടം. അപ്പൊ അവിടെ 2 വീലറുകൾക്ക് ആവശ്യത്തിന് പാർക്ക് ചെയ്യാൻ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് LP സ്കൂളിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നുള്ള അവിടെ കറക്റ്റ് സൈൻ ബോർഡ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കാറ് പോലുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ചേർന്ന് കിടക്കുന്ന ഒരു തോട്ടം അവിടെ ക്ലീൻ ചെയ്ത നല്ല അത്യാവശ്യം സൗകര്യങ്ങളാണ്. റോഡിന്റെ പടിഞ്ഞാറ് സൈഡിലാണല്ലേ? മെയിൻ റോഡിന്റെ പടിഞ്ഞാറ് സൈഡുള്ളത്. അതെ. സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് പാരലായിട്ട് കിടക്കുന്ന ഗ്രൗണ്ട്. പിന്നെ കൂടാതെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് SNDP ഗീതാഞ്ജലി ഓഡിറ്റോറിയം, അവരുടെ ഗ്രൗണ്ട്. അതായത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് SNDP ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ട്. കൂടാതെ അതിന് SNDP അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട്, അവിടെയുണ്ട്. അങ്ങനെ 4. കൂടാതെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന്റെ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശം തന്നെ ഗ്രാൻഡ് ഓഡിറ്റോറിയം. ഗോപുരത്തിന് കോട്ടയത്ത് നിന്ന് വരുമ്പോ ഗോപുരം എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ്, ഗ്രാൻഡ് ഓഡിറ്റോറിയം റോഡ്, അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞിരുന്നു, ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ മാക്സിമം വണ്ടികൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു 4 പേര് വരുന്നുണ്ടെങ്കിൽ 3 കാറിൽ വരാണ്ട് ഇത്തിരി ഒന്ന് ചുരുക്കി ആവശ്യത്തിന് വേണ്ടി മാത്രം വണ്ടി എടുക്കുക, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങൾ നേരത്തെ വന്നിരിക്കുകയാണ്. നമ്മൾ കുടിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. AP വർക്കി മിഷൻ ഹോസ്പിറ്റലിൽ ഇന്നൊരു മെഡിക്കൽ സർവീസ് ഉണ്ട് ഇവിടെ. അത് പഴയ കല്യാണ മണ്ഡപത്തിലായിരിക്കും. 6 മണി തൊട്ട് ഡോക്ടറും ആംബുലൻസ് നേഴ്സും എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള എല്ലാം സജ്ജീകരണങ്ങളും റെഡിയാണ്. കൂടാതെ ഫയർഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ ഒരു വണ്ടി ഇവിടെ സ്റ്റാൻഡ് ബൈയിൽ ഇടും, ആ രീതിയുണ്ട്. പിന്നെ ജനങ്ങളുടെ ആശങ്കയില് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം ഒഴികെ വേറെ ഏതൊക്കെ മാർഗങ്ങൾ ഒന്നുള്ളത് വടക്ക് വശം LP സ്കൂളിന്റെ ഗ്രൗണ്ട്, അതുവഴി കയറാം, ആൾക്കാർക്ക് കയറാം. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ഗോപുരം. പിന്നെ ക്ഷേത്രത്തിന്റെ തെക്കേ നടവഴി, പഴയ യൂണിയൻ ബാങ്ക് കവല, അതുവഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. കൂടാതെ ബസ് സ്റ്റോപ്പ്, എറണാകുളത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ്, അതും അമ്പലത്തിന്റെ വഴിയാണ്. ഇങ്ങനെ 4 എൻട്രൻസ് ഉണ്ട്, 5 എൻട്രൻസ് ഉണ്ട് ശരിക്കും, വരാവുന്നതാണ്. പിന്നെ നമ്മളിതില് ഓരോ ബോക്സ് തിരിച്ചാണ് ഇരുത്തുന്നത്. ഓരോ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ 4 ബോക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒറ്റ അടിക്ക് എല്ലാവരും ഇറങ്ങി പോരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും, ഓരോ ബ്ലോക്കിന് ഓരോ പേര് കൊടുക്കും. അപ്പൊ ഈവൻ എക്സാമ്പിൾ ABC അങ്ങനെ കൊടുത്തിട്ട് C ബ്ലോക്കിൽ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം മാത്രം അടുത്ത B ബ്ലോക്കിൽ നിന്ന് ഇറങ്ങുക. അല്ലെങ്കിൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഇറങ്ങുമ്പോൾ തിരക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ എല്ലാ സജ്ജീകരണം നല്ല പൂർത്തിയായി. ഇന്നലെ മഴ പെയ്തു പോയി, മഴ പെയ്യലേന്ന് പ്രാർത്ഥിച്ച് ബാക്കി എല്ലാം റെഡിയാണ്. ഓക്കെ. അപ്പൊ എല്ലാം മംഗളമാവട്ടെ. ആയിക്കോട്ടെ. ആനന്ദത്തിന്റെ ലഹരിയില് അമ്മയുടെ തിരുനടയിൽ എത്തട്ടെ. അപ്പോ
നന്ദി ശ്രീജിത്ത് ജി. ഓക്കെ. ഓക്കെ.